ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ കൈയൊക്കെ കണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഈസി മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞിൻ്റെ കോലാണ് ഇപ്പോൾ ഈ കയ്യിലുള്ളത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ സാധാരണ ബീട്രൂട്ട് കൊത്തി എരിയുന്നതിനേക്കാൾ ഇങ്ങനെ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ ചിരണ്ടി ചീകി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് ബീട്രൂട്ട് അല്ലാതെ ഇതിൽ നമ്മൾ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, സവോള അരിഞ്ഞതുണ്ട്, വേപ്പിലയുണ്ട്, കറിവേപ്പിലയാണ്, പിന്നെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ, അവർക്ക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലേക്ക് വേണ്ടത് ഈ ഒരു നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അറിയാലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിടാം. ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കടുകാണ്. ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എണ്ണ ആദ്യം ഒഴിച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി നല്ലോണം എല്ലാം പൊട്ടട്ടെ കേട്ടോ. എല്ലാ കടുകും നല്ലോണം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ, അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൺ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് രണ്ടാമത് നമ്മളത് ഇട്ടിട്ടാണ് കേട്ടോ ഇളക്കി കാണിക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ആക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ആ എണ്ണയിട്ടൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വഴന്ന് വരണം. നമുക്കപ്പോൾ ഞാനും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതങ്ങ് നല്ലോണം വഴറ്റി എടുക്കാം. അപ്പോൾ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളത് നമ്മൾ ചട്ടിയിൽ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് അതിനുണ്ടാവുക. ഞാനെപ്പോഴും ഓൾമോസ്റ്റ് കൂടുതലും നമ്മൾ ചട്ടിയിലാണ് ബീഫ് വരെ വെക്കുന്നത്, ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ. പിന്നെ നമുക്കല്ലാണ്ട് ചിക്കനൊക്കെ വയ്ക്കുവാണെങ്കിൽ വേറെ ഒരു പാത്രം ഞാൻ കാണിച്ചില്ല, ആ പാത്രത്തിലാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിതേ ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ തവണ ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ആ മൂടുപാത്രം ഒന്ന് തുറന്നിട്ട്, പിന്നെ നമുക്ക് സിമ്മിൽ തന്നെ ആയിരിക്കണം തീ, അതൊന്നും എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ആദ്യത്തെ തവണ നമ്മൾ 2 മിനിറ്റ് വേവിച്ചിട്ട് നമ്മൾ തുറന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ 2 ബീട്രൂട്ടായിരുന്നു, ഒരു കുഞ്ഞ് സവോള, അപ്പോൾ അതിനാവശ്യമുള്ളതാണ് ഇപ്പം ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി മൂടി വെച്ച് അത് പിന്നെയും വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം വെന്തതിന് ശേഷമാണ് കേട്ടോ ഇനി തുറക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കത് ആ ചട്ടി നല്ലോണം മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിത് പാചകം ചെയ്യുന്ന നമ്മുടെ വീടിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ കിടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ബാറ്റിൻ്റെ സാധനം, നമ്മളിവിടെ വേറെ ഈ വീട്ടിൽ എവിടെ വെച്ചാലും നമ്മുടെ ശിവക്കുട്ടിനെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസിൻ്റെ അപ്പുറത്ത് വെക്കുന്നത്. അവിടെ ആകുമ്പോൾ അവൻ അവിടെ വന്ന് കയറി എടുക്കില്ല. പിന്നെ നമ്മളിവിടെ നമ്മൾ ഈ കട്ടിലിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ ഉപ്പ് പാത്രം, എനിക്ക് എപ്പോഴും ഉപ്പ് പാത്രം എന്നല്ല, എല്ലാ പാത്രത്തിലും എനിക്ക് അകത്തിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ മാത്രം ഉപ്പ് പാത്രത്തിനുള്ളിൽ സ്പൂണ് വെക്കും, അല്ലെങ്കിൽ നമ്മൾ സ്പൂണ് വെക്കാറില്ല. കണ്ട നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കും. ഈ വെളിച്ചെണ്ണ നമ്മൾ ഇവിടെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് പാചകം കഴിയുന്നവരെ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന്, അതായത് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പാചകം ചെയ്യുന്നത്, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ അപ്പുറത്ത് തന്നെ വെക്കുന്നതാണ്. പിന്നെ ഈ പാത്രങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് എപ്പോഴും നല്ല അടുക്കളയിൽ, നമ്മുടെ കുഞ്ഞു വീടാണെങ്കിലും കുഞ്ഞടുക്കളയാണെങ്കിലും ഒരുപാട് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൽ നമ്മൾ സവോള, കൊച്ചുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. പക്ഷേ ഇത് നമ്മളൊരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് വെക്കുന്നത്. ഇത് പേപ്പർ വെച്ചിട്ട് വെക്കുന്നത് മാത്രമല്ല, ഇതെല്ലാത്തിൻ്റെയും മാക്സിമം തൊലി കളഞ്ഞ് വേസ്റ്റ് മാത്രം കളഞ്ഞിട്ട് നല്ല നീറ്റാക്കി വെക്കുന്നതാണ്. ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ പറയാം. ഇത് കറിവേപ്പില, ഇതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ടാണ് ഓരോന്ന് വെക്കുന്നത്. ഒന്നും ചീത്തയായി കഴിഞ്ഞാൽ, ഒരു പച്ചമുളക് പോലും ചീത്തയായി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എടുത്ത് കളയാറുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് എല്ലാ ദിവസവും ഇത് ഞാനിങ്ങനെ പൊക്കിയെടുത്ത് മാറ്റിയിട്ട് ഈ ഒരു പാത്രവും നല്ലോണം വൃത്തിയാക്കി വെക്കും. ഇത് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ ഈസ്റ്റും ഈ കത്രികകളും ഈ എന്തെങ്കിലും എണ്ണയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യണമെങ്കിലും എന്തെങ്കിലുമൊക്കെ അടുക്കളയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഈസ്റ്റാണ്. അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ. പിന്നെ ആ കിറ്റിലുണ്ടായിരുന്നത് പഴയ നമുക്കൊരു എടുത്ത പൊടിയുടെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഈ കിറ്റിലുള്ളത് നമ്മുടെ പിന്നെ പാക്കറ്റ് അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ചെമ്മീൻ പാക്കറ്റുമാണ്. പിന്നെ ഈ കുപ്പികളിലൊക്കെയാണ് നമ്മുടെ മസാലാസൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
മസാലകളെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഈ പഞ്ചസാര പാത്രമൊക്കെ ഉണ്ടോ, എൻ്റെ പാത്രത്തിൽ ഒരു തരി വെള്ളം തൊട്ടിട്ട് ഞാൻ സ്പൂൺ അതിലേക്ക്, സാധാരണ സ്പൂണേ അതിലേക്ക് ഇടാറില്ല. കാരണം നല്ല നീറ്റായിരിക്കണം, അങ്ങനെ ഇങ്ങനെ കുലുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണം. അതിനുള്ളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതില്ലേ, ചില ഇതിൽ കണ്ടിട്ടില്ല, അങ്ങനെ എനിക്കിഷ്ടമല്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് എന്നും ഞാനത് തുടച്ച് വൃത്തിയായിട്ട് വെക്കും കേട്ടോ. കൂടുതലും നമ്മൾ നനഞ്ഞ കൈ വെച്ചും നനഞ്ഞ സ്പൂൺ വെച്ചും ഈ മസാലകളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ തന്നെ ഓക്കെയാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഈ കട്ടിൽ ഞാൻ എന്താ പാചകം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കട്ടിലും ഞാൻ ദിവസവും തുടച്ചിട്ടാണ് ഇത്രയും സാധനങ്ങളും ഇവിടെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റൗ ആണെങ്കിലും നമ്മൾ ദിവസവും തുടക്കാറുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് മാറ്റി മേടിക്കണം, നമുക്ക് സ്റ്റൗ വാങ്ങാനുണ്ട്. ഈ അടുക്കളയിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാറ്റി ഞാൻ പിന്നീട് അടുക്കള മേക്ക് ഓവർ ചെയ്തിട്ട് അടുക്കളയുടെ ടൂർ ഞാൻ പുറകെ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ അടുക്കളയിലേക്ക് ഉടനെ തന്നെ വാങ്ങുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി നോക്കാം. ഈ സമയത്തിലുള്ള നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ. ഞാനിവിടെ എല്ലാം പൊടിച്ച് വെക്കാറുണ്ട്, ഉണക്കി പൊടിക്കാറുണ്ട്. ഗരം മസാല ആണെങ്കിലും കുരുമുളകാണെങ്കിലും കുരുമുളക് പൊടിയാണെങ്കിലും നല്ല ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും എല്ലാ സാധനങ്ങളും ആ കുപ്പികളിലുണ്ട് കേട്ടോ. ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല, എല്ലാം ഈ ഏലക്ക വരെ ഞാൻ പൊടിച്ചാണ് വെക്കാറുള്ളത്. എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാനൊരു ത്രില്ലുള്ളൂ. അപ്പോൾ കുറച്ച് കുറേശ്ശാണെങ്കിലും വാങ്ങിച്ച് ഞാനിങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. അത് നല്ല നീറ്റായിട്ട് വെള്ളം തൊടാതെ സ്പൂൺ കൊണ്ട് കുഞ്ഞു സ്പൂണൊക്കെ വെച്ച് എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. ഈ ഒരു കുരുമുളക് പൊടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം പൊടിച്ച് അടുത്ത കുരുമുളക് പാക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്. കുരുമുളക് പൊടി മാത്രമേ തീർന്നിട്ടുള്ളൂ, വേറെ എല്ലാ സാധനങ്ങളും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പെരുംജീരക പൊടിയും കുരുമുളക് പൊടിയും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില നമുക്ക് കീറി ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് മുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ, ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേർത്ത് കൊടുത്ത പെരുംജീരകവും പെരുംജീരകത്തിൻ്റെ പൊടിയും നമ്മുടെ ആ ഒരു പിന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒരു തവണ കൂടി 2 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ച ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, അതുപോലെ തന്നെ വറുത്ത ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു പാക്കറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ അത്. പിന്നെ മാങ്ങാച്ചാറും നങ്ക് വറുത്തതും നമ്മുടെ ആ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മെഴുക്ക് പുരട്ടിക്ക്. എനിക്ക് കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ചോറ് കഴിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണേ. നമുക്ക് നാളെ കാണാം. ടാറ്റാ.